ബ്രൈറ്റ് ഗോൾഡ്. കൂനമ്മാവിൽ മേൽപ്പാലം നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇടപ്പള്ളിയിലുള്ള പ്രൊജക്ട് ഡയറക്ടറുടെ ഓഫീസിലേക്ക് ചങ്ങമ്പുഴ പാർക്കിൽ നിന്ന് ആരംഭിച്ച ബഹുജന മാർച്ചിൽ നൂറുകണക്കിന് പ്രദേശവാസികൾ, റെസിഡൻസ് അസോസിയേഷൻ അംഗങ്ങൾ, സെന്റ് ഫിലോമിനാസ് ഇടവക അംഗങ്ങൾ, വ്യാപാരികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടികൾ, വിവിധ സംഘടനകൾ, സമരസമിതി പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു. മുൻ എം പി ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു. ഞങ്ങൾ വരച്ചത് വരച്ചു, ആ വരയിലൂടെ തന്നെ ഞങ്ങൾ നിർമ്മിക്കും എന്ന് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയെ ശാഠ്യപ്പിടിച്ചാൽ അതൊരു ദുശാഠ്യമാണ്. ദേശീയ പാതകൾ പണിയുന്നത്, പാലം പണിയുന്നത്, കരിങ്ക് പണിയുന്നത് ഒക്കെ അത് ജനങ്ങൾക്ക് വേണ്ടിയാണ്. ഞാനിപ്പോൾ ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുമ്പോൾ ശ്രീ ജോസഫ് കൂനമ്മാവിനെ കുറിച്ച് സംസാരിക്കുന്നത് കേട്ടു. നമുക്കെല്ലാം അറിയാവുന്ന സ്ഥലമാണ് കൂനമ്മാവ്. അത് കൊച്ചിയുടെ ചരിത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ്, സാംസ്കാരിക കേന്ദ്രമാണ്, ഒരു പുണ്യ നഗരമാണ്, പുണ്യ പ്രദേശമാണ്, തീർത്ഥാടന കേന്ദ്രമാണ്. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഒരു വലിയ നിർമ്മാണം നടത്തുമ്പോൾ ഇത് എത്ര കൊല്ലത്തേക്ക് നിൽക്കാനുള്ളതാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. 5-10 കൊല്ലം കഴിയുമ്പോൾ പൊളിച്ചു മാറ്റാൻ കഴിയുന്ന ഒന്നല്ല. ഇപ്പോൾ ദീർഘകാലത്തേക്ക് നിർമ്മിക്കുന്ന ഒരു നിർമ്മാണ പ്രവർത്തനം, അതിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന അപാകതകൾ പരിഹരിച്ച് മുന്നോട്ട് പോവുക എന്നത് അധികാരികളുടെ ഉത്തരവാദിത്തമാണ്. സമരസമിതി ചെയർമാൻ തമ്പി മേനാച്ചേരി അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർമാൻ ജസ്റ്റിൻ ഇലഞ്ഞിക്കൽ സ്വാഗതവും കോർ കമ്മിറ്റി സെക്രട്ടറി ടോമി ചന്ദനപ്പറമ്പിൽ നന്ദിയും പറഞ്ഞു. ശാപമായി മാറുന്ന പാതയായി മാറിയത് കൊണ്ടാണ് ഞങ്ങൾ ഈ സമരത്തിന് ഏർപ്പെട്ടത്. ആർക്കും പണിയില്ലാഞ്ഞിട്ടല്ല, എല്ലാ ജനങ്ങൾക്കും പണിയുള്ളവരാണ്. എല്ലാ ജനങ്ങളും അവിടെ നിന്ന് ഇതിനു വേണ്ടി ഞങ്ങള് കരയാൻ വന്നതാണ്. കാരണം ഇത് ഗാന്ധിയൻ മാർഗത്തിലുള്ള സമരമാണ്. ഞങ്ങളുടെ ആവശ്യം 30/1/2025 സെൻട്രൽ ഗവൺമെന്റ് മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് കോർപ്പറേഷൻ ആൻഡ് ഹൈവേസ് എന്ന് പറഞ്ഞ മോർത്ത് ഇറക്കിയ നിയമം നടപ്പിൽ വരുത്തുക എന്നുള്ള ഒരാവശ്യമാണ് ഞങ്ങൾക്കുള്ളത്. ആ നിയമം നടപ്പിൽ വരുത്തിയാൽ കൂനമ്മാവ് ജംഗ്ഷനിലുള്ള ഇപ്പോഴത്തെ പ്രതിസന്ധി പരിഹരിക്കുവാൻ പറ്റും. 10,000-കണക്കിന് പിള്ളേര് പഠിക്കുന്ന ഒരു വിദ്യാഭ്യാസ ഹബ്ബായ കൂനമ്മാവ് ജംഗ്ഷൻ ഒരു വലിയ വൈതരണിയുടെ നടുവിലാണിപ്പോൾ. ജനങ്ങളുടെ ഒട്ടേറെ മുറവിളികൾക്ക് നേതൃത്വം കൊടുക്കുവാൻ കേരളത്തിലെ ജനകീയ പ്രസ്ഥാനങ്ങളുടെ ധീരമായ ഒരു പ്രചോദനമായി എന്നും മാറുന്ന സമരമുഖങ്ങളിൽ ജനപക്ഷത്ത് നിന്നുകൊണ്ട് പരിസ്ഥിതിക്കും സാമൂഹ്യ വ്യവസ്ഥിതിക്കും വേണ്ടി പോരാടുന്ന പ്രിയപ്പെട്ട CR നീലകണ്ഠൻ ഏതാനും കണ്ട നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരും. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാടിന് എറണാകുളം ജില്ലയിൽ പ്രത്യേകിച്ച് ഒട്ടേറെ വികസന മാതൃകകൾ സൃഷ്ടിച്ച മുൻ എറണാകുളം കളക്ടറായിരുന്ന ശ്രീമാൻ MP ജോസഫ് IAS, അദ്ദേഹം കൂനമ്മാവുകാരനാണ്. കൂനമ്മാവിൽ ജനിച്ചു വളർന്ന് കൂനമ്മാവിന്റെ സാംസ്കാരിക പൈതൃകവും എല്ലാം അനുഭവിച്ചറിഞ്ഞിട്ടുള്ള കൂനമ്മാവിന്റെ സവിശേഷമായ പ്രത്യേകതകൾ, കൂനമ്മാവിന്റെ സാമൂഹ്യ ജീവിതം, ഒരു വിദ്യാഭ്യാസ ഹബ് എന്ന നിലയിൽ ആ നാടിന്റെ വികസനം അതെല്ലാം തകർക്കുന്ന ഒരു പ്രക്രിയയിൽ അതിനെതിരെ പ്രതികരിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. അദ്ദേഹത്തെ നിങ്ങളുടെ എല്ലാവരുടെ പേരിൽ ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യും. പരിശോധിച്ചുകൊണ്ട് സർവീസ് റോഡിന് വീതി വർദ്ധിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഈ ബഹുദിന മാർച്ചും ധർണയും ഇന്ന് ഇവിടെ നടത്തുന്നത്. പ്രിയപ്പെട്ടവരെ, എനിക്ക് പറയാനുള്ളത്, വരുന്ന ഞായറാഴ്ച 365 ദിവസം തികയുമ്പോൾ ഒരു വർഷക്കാലം നമ്മൾ ഈ സമരത്തെ നയിച്ച മുഴുവൻ നേതാക്കളും അംഗങ്ങളും എല്ലാ പൗരാവലിയും ഞായറാഴ്ച രാവിലെ 10:30 മണിക്ക് നമ്മുടെ സമരപന്തലിൽ എത്തിച്ചേരണമെന്ന് നിങ്ങളോട് ഞാൻ വിനീത ഭാഷയിൽ അഭ്യർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ സമരം ഇവർ മുട്ടുമടക്കുന്നത് വരെ, ഇവരെ മുട്ടുമടക്കിച്ച് ഇവർ നമ്മൾക്ക് മുട്ടുമടക്കി നമ്മൾക്ക് വേണ്ടുന്ന
ആ എലിവേറ്റർ റോഡ് കൂനമാവിൽ സ്ഥാപിക്കുന്നത് വരെ ഈ സമരം തുടരുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഏവർക്കും നന്ദി, നമസ്കാരം. 13ഓളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ള കൂനമ്മാവിൽ 2025 ജനുവരി 30 കേന്ദ്ര ഗവൺമെന്റ് അനുവദിച്ച് 150 മീറ്റർ വയാഡറ്റും 2 അടിപ്പാതകളും 7 മീറ്റർ മുതൽ 7.5 മീറ്റർ വരെ സർവീസ് റോഡിന്റെ വീതിയും നടപ്പാതയും കൈവരിയും കൂനമ്മാവിൽ നിർമ്മിക്കണമെന്നും കേന്ദ്ര ഗവൺമെന്റ് അംഗീകരിച്ചത് നടപ്പാക്കാൻ പ്രോജക്ട് ഡയറക്ടർ മുൻകൈ എടുത്തില്ല എങ്കിൽ സമരം ശക്തമാക്കുമെന്നും ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞു. പുണ്യഭൂമിയായ കൂനമ്മാവിൽ എലിവേറ്റഡ് റോഡ് തന്നെ നിർമ്മിക്കണമെന്ന് മുഖ്യപ്രഭാഷണം നടത്തിയ മുൻ കളക്ടർ MV ജോസഫ് പറഞ്ഞു. ഒരു അണ്ടർപാസിന് വേണ്ടി ഞങ്ങൾ ഒരുപാട് ഞങ്ങളെല്ലാം ശ്രീ തമ്പിയും കൂട്ടരും ശ്രീ തമ്പിയും ജസ്റ്റിനും മറ്റൊരു എല്ലാം നിങ്ങളെല്ലാവരും ഒരുമിച്ച് പ്രവർത്തിച്ചുകൊണ്ടാണ് ആ ഒരു അണ്ടർപാസ് നമുക്ക് നൽകി തന്നത്. 2 അണ്ടർപാസാണ് നമ്മൾ ചോദിച്ചത്. അത് കേന്ദ്ര ഗവൺമെന്റ് സമ്മതിച്ചു. നേരത്തെ തമ്പി മേനാശ്ശേരി ഇവിടെ പറഞ്ഞു, മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസ് ഇതിന്റെ ഉത്തരവ് മഹാത്മാഗാന്ധി ജനിച്ച ദിവസം ജനുവരി 30 ഈ വർഷം ആ ഒരു ഉത്തരവ് ഇറക്കി. ആ ഉത്തരവിന് ഘടക ലംഘനമായിട്ടാണ് ഇന്ന് നിർഭാഗ്യവശാല് അവിടെ 2ാമത്തെ അണ്ടർപാസ് തരാത്തത്. ഇപ്പൊ ഞങ്ങളുടെ ആവശ്യം അണ്ടർപാസ് ആണ്. ആ സർക്കാർ ഉത്തരവിൽ പറയുന്ന പോലെ 150 മീറ്റർ ഉള്ള ഒരു വയാഡക്റ്റ്, ഒരു ഫ്ലൈ ഓവർ തന്നെ ആവശ്യമാണ് കൂനമ്മാവില്. ഒരു സംശയവുമില്ല. ഫ്ലൈ ഓവർ കിട്ടാതെ ഈ സമരം നിർത്തുകയില്ല എന്നുള്ളത് അവർക്ക് വേണ്ടി ഞാൻ നിങ്ങളുടെ മുന്നാകെ അവർ കേൾക്കുന്നുണ്ടെങ്കിൽ, പ്രോജക്റ്റ് കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. പരിസ്ഥിതി പ്രവർത്തകൻ CR നീലകണ്ഠൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് യേശുദാസ് പറപ്പള്ളി, NH66 സംരക്ഷണ സമിതി കൺവീനർ ഹാഷിം ചേന്നാമ്പള്ളി, വെൽഫെയർ പാർട്ടി ജില്ലാ വൈസ് പ്രസിഡന്റ് KH സദക്കത്ത്, HMS സംസ്ഥാന ജനറൽ സെക്രട്ടറി ടോമി മാത്യു, വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൂനമ്മാവ് യൂണിറ്റ് പ്രസിഡന്റ് VM മാർട്ടിൻ, KLCA വരാപ്പുഴ അതിരൂപത പ്രസിഡന്റ് പോൾ ചെറുകടവിൽ, AAP എറണാകുളം ജില്ലാ കോർഡിനേറ്റർ തോമസ് പോൾ, സമരസമിതി കോർ കമ്മിറ്റി അംഗം മേരി ബിന്ദോഷ് എന്നിവർ സംസാരിച്ചു. കേരളത്തിന്റെ സാമൂഹ്യ അന്തരീക്ഷം മറ്റ് സംസ്ഥാനങ്ങളുടെ പോലെയല്ല. ഇവരെ സംബന്ധിച്ചിടത്തോളം, NHAയെ സംബന്ധിച്ചിടത്തോളം അവരെ കണ്ടിട്ടുള്ളത് രാജസ്ഥാനും മധ്യപ്രദേശും കർണാടകയെ പോലെയുള്ള സംസ്ഥാനങ്ങളാണ്. അവിടെ ഒരു റോഡ് വെട്ടുമ്പോൾ പുതിയ റോഡാണ് വെട്ടുന്നത്, ഗ്രീൻഫീൽഡ് റോഡാണ് വെട്ടുന്നത്. അങ്ങനെ റോഡ് വെട്ടുമ്പോൾ അവിടെ ചുറ്റുപാടും ആളുകളില്ല, ജനസാന്ദ്രത വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് വഴികൾ അത് ക്രോസ് ചെയ്ത് പോകുന്നില്ല. പക്ഷെ കേരളത്തിൽ നൂറ്റാണ്ടുകളായി രൂപപ്പെട്ട കേരളത്തിലെ വഴികളാണ് ഇപ്പോൾ ദേശീയപാതകളാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അവിടെയാണ് പ്രശ്നം. ഈ നൂറ്റാണ്ടുകളായി രൂപപ്പെട്ട വഴികൾ, അതിനിരുവശത്തും ലക്ഷക്കണക്കിന് മനുഷ്യർ അവരുടെ വീടുകളും ആരാധനാലയങ്ങളും ആശുപത്രികളും വിദ്യാലയങ്ങളും അടക്കം പണിതുയർത്തിയ ഒരിടത്തു കൂടിയാണ് ഇത് പോകുന്നത്. കേരളത്തിൽ ഓരോ 1/2 കിലോമീറ്ററിലും 2 ക്രോസ് റോഡുകൾ ഉണ്ട് എന്നാണ് ശരാശരി ഞങ്ങളുടെ കണക്ക്. എന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ള ദേശീയപാതയിലേക്ക് ഓരോ 1/2 കിലോമീറ്ററിലും 2 റോഡുകൾ വീതം വന്നു ചേരുന്നുണ്ട്. ഒരു വർഷം തികയുകയാണ്. വളരെ ന്യായമായ ജനകീയമായ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് നാം നടത്തുന്ന ഈ പോരാട്ടത്തിൽ ആ ഒരു വർഷം കുറിക്കുന്നതിൻ്റെ സൂചനാ സമരമായിട്ടാണ് ഇന്ന് നാം ഇങ്ങോട്ട് ഈ കൊടും വെയിലത്ത് ത്യാഗപൂർവം നമ്മുടെ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പ്രതിഷേധ സമരവുമായി വന്നിട്ടുള്ളത്. ഇതിനു മുമ്പ് തന്നെ ഈ പ്രശ്നം രമ്യമായി പരിഹരിക്കാൻ കഴിയുമായിരുന്നു. ഒരു പ്രദേശത്ത് ജീവിക്കുന്ന മനുഷ്യരെ ഈ രീതിയിൽ വലിയ ദുരന്തത്തിലേക്ക് തള്ളിവിട്ട് പ്രതിഷേധത്തിന്റെ തീനാളങ്ങളിലേക്ക് ആട്ടി ഓടിക്കേണ്ട യാതൊരു സാഹചര്യവും ഇല്ലാത്ത വിധത്തിൽ ഇത് പരിഹരിക്കാൻ കഴിയുന്ന ഒന്നാണ് എന്ന് നേരത്തെ ബഹുമാനപ്പെട്ട ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ അവർകളെല്ലാം അവരെ പോലുള്ളവരെല്ലാം സൂചിപ്പിക്കുകയുണ്ടായി. പോയി കഴിഞ്ഞപ്പോൾ അനുയായികൾ ചോദിച്ചു, എന്താണ് അങ്ങനെ പ്രാർത്ഥിച്ചത്? നിറകുടമല്ലേ തുളുമ്പുകയുള്ളൂ, എന്നിലുള്ളതല്ലേ എനിക്ക് പറയാൻ കഴിയുള്ളൂ. അവരുള്ളത് അവർ പറഞ്ഞു, എന്നിലുള്ളത് ഞാൻ പറഞ്ഞു. അത് യേശുദേവൻ തന്നെയാണ് പള്ളിയിലേക്ക് കടന്നു വന്നുകൊണ്ട് കൊള്ളപ്പലിശക്കാരെ വടിയെടുത്തുകൊണ്ട് അടിച്ചു ഓടിച്ചതും. ആ അവസ്ഥയിലേക്ക് ഈ സമൂഹത്തെ എത്തിക്കാൻ ഒരിക്കലും നാഷണൽ ഹൈവേ അതോറിറ്റി തയ്യാറാകരുത്.
ഈ കാണുന്ന കാറ് ഒരു തെളിവാണ്. ഇത് ശക്തമായിട്ടുള്ള സമരം. ഈ റാലി വരുമ്പോൾ പ്രത്യേകമായി ശ്രദ്ധിച്ചു. ഇതിലെ നേതാവിന്റെ കാലിന്റെ അടുത്ത് കൂടി വണ്ടി കടന്നു പോകുമ്പോഴും അദ്ദേഹം നിറപുഞ്ചിരിയോടുകൂടി ആ കാറിനെ കടത്തിവിടുകയാണ്. അങ്ങനെ പോകുന്ന ഈ ജാഥയെ അലങ്കോലപ്പെടുത്താൻ വേണ്ടി മനഃപൂർവ്വമായിട്ട് വീടിന്റെ മുമ്പിൽ ഒരു കാറ് കൊണ്ട് വന്നിടണമെങ്കിൽ എന്തോ ദുരുദ്ദേശമുണ്ട്. ആ ദുരുദ്ദേശം തിരിച്ചറിയാനുള്ള വെളിവുകളുള്ളവരാണ് ഈ സമര പോരാളികളെന്ന് കൂടി ഇത്തരം ആളുകൾ തിരിച്ചറിയേണ്ടതുണ്ട്. ശക്തമായി പ്രതികരിക്കാൻ ഞങ്ങൾ തയ്യാറാവുന്ന സാഹചര്യം നിങ്ങൾ ഒരുക്കിയെന്ന് പറഞ്ഞുകൊണ്ട് ഈ സമരത്തിന് വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെയും സംസ്ഥാന കമ്മിറ്റിയുടെയും അഭിവാദ്യം തന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഒരു വർഷമാകും ഇതിനിടയിൽ ഞങ്ങൾ സമീപിക്കാത്ത ഒരു സ്ഥലങ്ങളുമില്ല. പ്രധാനപ്പെട്ട എല്ലാ നേതാക്കന്മാരെയും അതുമായി ബന്ധപ്പെട്ട എല്ലാവരെയും കണ്ടു കഴിഞ്ഞു. ഈ പിന്നീട് ഓഫീസിൽ തന്നെ ഞങ്ങൾ പലവട്ടം വന്നു. അങ്ങനെ അതിന്റെ ഞങ്ങൾ കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് 2 എണ്ണം അനുവദിച്ച 2 അടിപ്പാതകൾ അനുവദിച്ചതിന് ശേഷം അത് ഞങ്ങൾക്ക് എങ്ങനെ മാറിപ്പോയെന്ന് ഞങ്ങൾക്ക് തന്നെ ഒരു പിടിയില്ല. ഇനി പറയാനുള്ളത്, ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് 1-2 സ്ഥലങ്ങളിൽ നേതാക്കന്മാരെ കാണാൻ പോയപ്പോൾ അവര് ചോദിച്ചൊരു ചോദ്യം, നിങ്ങൾ ഈ വികസനത്തിന് എന്തുകൊണ്ടാണ് എതിർക്കുന്നതെന്നാണ്. എങ്ങനെയാണ് ഈ മോളിൽ കൂടി റോഡ് കടന്നു പോകുമ്പോൾ അടച്ച് ഞങ്ങളുടെ നിലവിലുള്ള റോഡിനെ അടച്ചു കൊണ്ടുപോകുമ്പോൾ ഞങ്ങൾക്ക് ഇതെങ്ങനെ വികസനമായി മാറും? ഞങ്ങൾക്ക് യാത്രാ സൗകര്യം, നിലവിലുള്ള യാത്രാ സൗകര്യത്തെ പോലും തടഞ്ഞുകൊണ്ട് ഈ റോഡിനെ അടച്ച് മുകളിൽ കൂടി കൊണ്ടുപോകുമ്പോൾ ഞങ്ങൾക്ക് ഏത് തരത്തിലാണ് ഇത് വികസനമായി മാറുന്നത്? മുകളിൽ പോകുന്ന റോഡിനെ ക്രോസ് ചെയ്യണമെന്നല്ല ഞങ്ങൾ പറയുന്നത്. താഴെ ഞങ്ങളുടെ നിലവിലുള്ള യാത്രാ സൗകര്യങ്ങളെ അടയ്ക്കാതെ അത് തുറന്നിടുക എന്ന് പറഞ്ഞപ്പോൾ അതിന് യാതൊരുവിധ മാന്യതയും നൽകാതെ അത് അടച്ചേ തീരൂ, മണ്ണുകൊണ്ട് മാത്രം അത് അടച്ചാലേ മുകളിൽ കൂടി റോഡ് കടത്തിക്കൊണ്ടു പോകാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത് എന്ത് മര്യാദയാണ്? ഈ സമരം 1 വർഷത്തിലേക്ക് കടക്കുകയാണ്. പുനമാവൽ ആരംഭിച്ചിട്ട് ഇത് ആരാണ് ഈ സമരം അവസാനിപ്പിക്കേണ്ടത്? എപ്പോഴാണ് ഈ സമരം തീർക്കേണ്ടത്? ഇതെല്ലാം അറിയാവുന്ന ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ ജനപ്രതിനിധികൾ ഈ നാട്ടിൽ തന്നെ ജീവിച്ചിരിപ്പുണ്ട്. ഇതെല്ലാം കണ്ടുകൊണ്ട് അപ്പൊ ഏറ്റവും കൂടുതൽ 50,000-ൽ പരം ആളുകൾ പ്രതിദിനം കടന്നു പോകുന്നത് അല്ലെങ്കിൽ അവിടെ ജീവിക്കുന്ന ഒരു പ്രദേശമാണ് കുരമാവ് എന്ന് പറഞ്ഞ പരിപാവനമായ പ്രദേശം. അവിടുത്തെ വോട്ടർമാർ അത്രയും തന്നെ വോട്ടർമാരുമുണ്ട്. അപ്പൊ ഇതെല്ലാം അവർക്ക് വേണ്ട പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയുള്ളതാണ് ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ ജനപ്രതിനിധികൾ. അവരാണിത് പരിഹരിക്കുന്നതിന് മുമ്പിൽ നിൽക്കേണ്ടത്. ഞങ്ങൾ സമരങ്ങളായിട്ട് എല്ലാവരും കടന്നു വരും. എന്തിനാണ് സമരം സംഘടിപ്പിക്കുന്നത്? സമരത്തിന് മുമ്പ് തന്നെ ന്യായമായ ആവശ്യം നടപ്പാക്കി കൊടുക്കുകയാണെങ്കിൽ ആരും തന്നെ ഈ സമര പരിപാടിയായിട്ട് മുമ്പോട്ട് വരികയില്ല. പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന വികസനം, എന്നും പൂർത്തീകരിക്കാത്ത ഈ വികസനം നമ്മുടെ നാടിനെ സംബന്ധിച്ച് ഒരു പേടി സ്വപ്നമായി മാറുന്ന അവസ്ഥയാണ്. ജനങ്ങൾ ജനാനുകൂലമായ ഒരു വികസനമാണ് ഈ നാടിന് ആവശ്യകത എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പ്രക്ഷോഭം തുടങ്ങിയിട്ട് ഇന്ന് 20 വർഷമാകുകയാണ്. 20 വർഷമാകുമ്പോ നമ്മുടെ നാട് ജനാധിപത്യപരമായ ഒരു സംവിധാനത്തിന് കീഴിലാണോ എന്ന സംശയം ജനിപ്പിക്കുന്ന വിധത്തിലാണ് ഉദ്യോഗസ്ഥരും ഭരണാധികാരികളും തുടർച്ചയായിട്ട് ജനങ്ങളോട് ഇടപെടുന്നത്. കൂനമാവ് സെന്റ് ഫിലോമിനസ് പള്ളി അങ്കണത്തിൽ വെച്ച് ബഹുജന മാർച്ചിൽ പങ്കെടുക്കുവാൻ എത്തിയവരുടെ വാഹനങ്ങൾ ഫാദർ തോംസൺ ഒളാട്ടുപുറത്ത് ഫ്ളാഗ് ഓഫ് ചെയ്തു. 362-ാം ദിവസത്തിലേക്ക് സത്യാഗ്രഹം കിടക്കുന്ന ദിവസം NH അധികാരികളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നതിന് വേണ്ടി, നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ സമരമുറ ആരംഭിക്കുകയാണ്. അതിനനുബന്ധമായി ഇന്ന് എടപ്പള്ളി പ്രൊജക്ട് ഡയറക്ടർ ഓഫീസിലേക്ക് നടത്തുന്ന മാർച്ചും ധർണയും പ്രത്യേകിച്ച് നമ്മളിലുള്ള എല്ലാവരുടെയും സഹകരണം വളരെ ഭംഗിയായിട്ട് തന്നെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. ഇതിന് നേതൃത്വം കൊടുക്കുന്ന എല്ലാ സമര പോരാളികൾക്കും ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും എല്ലാവിധ പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് ആശംസകൾ അറിയിച്ചുകൊണ്ട് ഈ ഒരു മാർച്ചും ധർണയും ഫ്ലാഗ് ഓഫ് ചെയ്ത് ഉദ്ഘാടനം ചെയ്യും. 916 BAS ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ ഉൽപാദന വിലയിൽ ലഭിക്കുന്ന കൊടുങ്ങല്ലൂരിലെ പ്രമുഖ സ്ഥാപനം.